ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലേണെന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിൽ ബാങ്ക് ജോലി നോക്കുന്നവർക്കുള്ള വീഡിയോ ആണിത്. ബാങ്ക് ഓഫ് ബറോഡയിൽ 4000 അപ്രന്റീസിന്റെ ഒഴിവ് വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രം 89 ഒഴിവുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്രന്റീസ് ആകാൻ ബിരുദധാരികൾക്ക് അവസരം വന്നിരിക്കുകയാണ്. എത്ര വേക്കൻസീസ് ആണെന്ന് പറഞ്ഞത് 4000 വേക്കൻസീസ് ആണ്. കേരളത്തിൽ എത്രയാണ്? 89 വേക്കൻസീസ് ആണ്. മാർച്ച് 11 വരെ ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്രന്റീസ് ആക്ട് 1961 പ്രകാരം ഒരു വർഷമാണ് കേട്ടോ പരിശീലനം. കേരളത്തിൽ നമ്മൾ പറഞ്ഞല്ലോ 89 ഒഴിവുണ്ടെന്ന് പറഞ്ഞു. അത് എവിടേക്കാണ്? തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ, മലപ്പുറം എന്നിവിടെയാണ്. തിരുവനന്തപുരം 10, എറണാകുളം 30, തൃശ്ശൂർ 10, കോഴിക്കോട് 10, പാലക്കാട് 7, കണ്ണൂർ 7, കാസർഗോഡ് 7, ആലപ്പുഴ 5, മലപ്പുറം 5. ഇങ്ങനെയാണ് വാക്കൻസീസ് വന്നിട്ടുള്ളത്. യോഗ്യത നമ്മൾ പറഞ്ഞു, ബിരുദധാരികൾക്കാണ് അവസരം എന്ന് പറഞ്ഞു. അതായത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ്. യോഗ്യത 2021 ഏപ്രിൽ 1 ശേഷം നേടിയതാകണം കേട്ടോ. ബിരുദം എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം വേണം. സ്വന്തം ജില്ലയ്ക്ക് മുൻഗണന നൽകിയിട്ട് വേണം അപേക്ഷിക്കാൻ. പ്രായം എന്ന് പറയുന്നത് 2025 ഫെബ്രുവരി 1 20 to 28 ആ ഒരു ഏജാണ് പറയുന്നത്. പട്ടികവിഭാഗർക്ക് 5 വർഷം ഇളവുണ്ട്. മറ്റു പിന്നോക്ക വിഭാഗർക്ക് 3, ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും ഇളവുണ്ട്. സ്റ്റൈപ്പൻഡ് മെട്രോ അർബൻ ശാഖകളിൽ 15,000, റൂറൽ സെമി അർബൻ ശാഖകളിൽ 12,000 ആണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഓൺലൈൻ എക്സാം ഉണ്ട്. പ്രാദേശിക ഭാഷാ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ് എന്നിവ ഉൾപ്പെടുന്ന 1 മണിക്കൂർ പരീക്ഷയാണുള്ളത്. അപ്പോൾ ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഏതൊക്കെയാണ് അതിൽ വരുന്ന സബ്ജക്റ്റുകൾ? ഏതൊക്കെയാണ്? ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ് എന്നിവ ഉൾപ്പെടുന്ന 1 മണിക്കൂർ പരീക്ഷയാണ്. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 800 രൂപയാണ്. വനിതകൾക്കും പട്ടികവിഭാഗക്കാർക്കും 600 രൂപയാണ്. ഭിന്നശേഷിക്കാർക്ക് 400 രൂപയാണ് കേട്ടോ. ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായിട്ടുള്ള www.nats.education.gov.in അല്ലെങ്കിൽ www.apprenticeshipindia.gov.in എന്ന വെബ്സൈറ്റുകളും വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.bankofbaroda.co.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാവും. അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയിൽ 518 ഒഴിവുകൾ, അതായത് IT വിഭാഗത്തിൽ മാത്രം 350 ഒഴിവും വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ വിഭാഗങ്ങളിലായിട്ട് 518 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 11 വരെ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ 350 ഒഴിവാണുള്ളത്. ട്രേഡ് ആൻഡ് ഫോറക്സ് വിഭാഗത്തിൽ വിവിധ തസ്തികകളിൽ 97 ഒഴിവിലേക്കും, സെക്യൂരിറ്റി വിഭാഗത്തിൽ 36 ഒഴിവിലേക്കും, റിസ്ക് മാനേജ്മെന്റ് വിഭാഗത്തിൽ 35 ഒഴിവുകളിലേക്കുമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ www.bankofbaroda.in നോക്കിയാൽ മതി. അതേപോലെ തന്നെ യൂണിയൻ ബാങ്കിൽ 2691 അപ്രന്റീസിന്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രന്റീസ് ആകാൻ ബിരുദധാരികൾക്ക് അവസരം വന്നിട്ടുണ്ട്. 2691 ഒഴിവാണ് വന്നിട്ടുള്ളത്. കേരളത്തിൽ 118 ഒഴിവുകളാണുള്ളത്. മാർച്ച് 5 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപ്രന്റീസ് ആക്ട് 1961 പ്രകാരം ഒരു വർഷമാണ് കേട്ടോ പരിശീലനം വരുന്നത്. യോഗ്യത എന്താണ്? ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. യോഗ്യത 2021 ഏപ്രിൽ 1 ശേഷം നേടിയതാകണം. പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം വേണം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ അപേക്ഷിക്കേണ്ട? സ്വന്തം സംസ്ഥാനത്തെ ഒഴിവുകളിലേക്ക് മാത്രം അപേക്ഷിക്കുക. ജോലി പരിചയം നേടിയവർ അപേക്ഷിക്കേണ്ട സ്വന്തം സംസ്ഥാനത്തെ ഒഴിവുകളിലേക്ക് മാത്രം അപേക്ഷിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ ബാങ്ക് ഓഫ് ബറോഡയിൽ പറഞ്ഞ മാതിരി തന്നെ. പ്രായം 2025 ഫെബ്രുവരി 1 20 to 22. സെയിം സംഭവം തന്നെയാണ്. ബാങ്ക് ഓഫ് ബറോഡന്റെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇതിലും സ്റ്റൈപ്പൻഡ് 15,000 രൂപ തന്നെയാണ്. ഇതിലും അപേക്ഷാ ഫീസ് എത്രയാണ്? 800 രൂപ തന്നെയാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇതിലെ പോർട്ട് എന്ന് പറയുന്നത് www.nats.education.gov.in വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.unionbankofindia.co.in നോക്കിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ 4000 അപ്രന്റീസ്, യൂണിയൻ ബാങ്കിൽ 2691 അപ്രന്റീസ്, 2 കേസിലും യോഗ്യതയും
അതുപോലെ തന്നെ പ്രായവും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റും എക്സാം രീതിയും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് അല്ലേ. ഇതിലും ഏതാണ് യൂണിയൻ ബാങ്കിലും ഓൺലൈൻ പരീക്ഷ അടിസ്ഥാനത്തിലാണ്. അപേക്ഷകർ 8ാം ക്ലാസ് 10ാം ക്ലാസ് 12ാം ക്ലാസ് ബിരുദതലം വരെ പ്രാദേശിക ഭാഷ പഠിച്ചെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നും പറയുന്നുണ്ട്. ഇതിൽ യൂണിയൻ ബാങ്കിൽ കേട്ടോ. ഇനി അടുത്തത് SBIയിൽ 1194 ഓഡിറ്ററിന്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം സർക്കിളിൽ മാത്രം 52 ഒഴിവുകളാണുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൺകറന്റ് ഓഡിറ്ററാകാൻ അവസരം വന്നിട്ടുണ്ട്. 1194 ഒഴിവുകളാണുള്ളത്. തിരുവനന്തപുരം സർക്കിളിന് കീഴിൽ 52 ഒഴിവാണുള്ളത്. കരാർ നിയമനമാണ് കേട്ടോ. ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അവസാന തീയതി എന്ന് പറയുന്നത് മാർച്ച് 15 അപ്പോൾ ബാങ്ക് ജോലി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ 4000 അപ്രന്റീസ്, യൂണിയൻ ബാങ്കിൽ 2691 അപ്രന്റീസ്, SBIയിൽ 1194 ഓഡിറ്ററിന്റെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സും കരിയർ ഓപ്പർച്യൂണിറ്റീസും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എഴുന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.